തോക്ക് സ്വാമി എന്നാണ് ഇദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത്. അത് എന്തെങ്കിലും ആകട്ടെ, ശരിക്കുമുള്ള പേര് സ്വാമി ഭദ്രാനന്ദ. നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം കേരളത്തിൻ്റെ BJP പ്രസിഡന്റ് പറഞ്ഞത് BJPക്ക് മത്സരിക്കാൻ താല്പര്യമില്ലാമെന്നും അനാവശ്യ മത്സരമാണെന്നും പറഞ്ഞു. പല BJP പ്രവർത്തകർക്കും ഈ വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി അതിൻ്റെ വേരുകളുള്ള നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെയുള്ള BJP പ്രവർത്തകർക്ക് ആവേശമില്ലാതാവുകയാണ് ചെയ്തത്. അത് പല പാർട്ടി പ്രവർത്തകരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. എന്നാൽ ഇവിടെ പാർട്ടി മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ആ പാർട്ടിയുടെ അവകാശം. എന്നാൽ അത്തരമൊരു തീരുമാനമെടുത്ത രാജീവ് ചന്ദ്രശേഖറിനെ ആ പാർട്ടി പ്രവർത്തകരിലൊരാളായ സ്വാമി ഭദ്രാനന്ദ രംഗത്ത് വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിക്കെതിരെയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കുന്നതാണോ രാഷ്ട്രീയം എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനുമല്ലാത്ത സുരേഷ് ഗോപി മത്സരിച്ചതിനെയും വിമർശിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ അടുത്തിടെ കണ്ട മാധ്യമങ്ങളോടുള്ള വെറുപ്പും അവരെ ചീത്ത പറയുന്നതും ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് രാഷ്ട്രീയമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒന്നും മനസ്സിലാക്കാതെ രാഷ്ട്രീയം പറയാൻ ഇറങ്ങിയ സുരേഷ് ഗോപിക്ക് എന്ത് പാരമ്പര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു. സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്നറിയില്ല. മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക്സ്. ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ നിലമ്പൂർ നമ്മൾക്ക് താല്പര്യമില്ല എന്നാണ്. സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്ക്. താല്പര്യമില്ല. എന്താ ഇവിടെയുള്ളൊരു അടിമകളും പട്ടികളുമാണോ? ഇവരുടെ മഹത്വമാണ് കേരളം കംപ്ലീറ്റ് അലയടിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ പോരാളികളായിരുന്നു BJPയെ വളർത്തിക്കൊണ്ടുവന്ന ജനസംഘിന്റെ നേതാക്കൾ ഇവിടെ നിന്നാണ് ഉണ്ടായത്. അതും ഉപയോഗിച്ചു. അതും അനാവശ്യ മത്സരം എന്നുള്ള വാക്കും, അനാവശ്യ മത്സരം എന്ന വാക്ക് അദ്ദേഹവും ഉപയോഗിച്ചു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അതുപോലെ ഉപയോഗിച്ചു. സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്നറിയില്ല. മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക്സ്. ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് പാർലമെൻറ്റിൽ സംസാരിച്ചാൽ അത് പൊളിറ്റിക്സ് ആവില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ ഇലക്ഷനും പറഞ്ഞു, നിങ്ങൾ തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സംഘ പാരമ്പര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സംഘം എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ഈ കുറേ ഓൺലൈൻ സംഘികളും അതുപോലെ തന്നെ ഈ സനാതനധർമ്മം എന്തെന്നറിയാതെ പോകുന്നവരാണ് ഇവിടെ ഈ സംഘത്തിൻ്റെ മഹത്വം നശിപ്പിച്ചിരിക്കുന്നത്. BJPക്ക് ആണെങ്കിൽ പോലും ഗുരുജിയുടെ ഒരു രീതിയിലുള്ള ഐഡിയോളജി അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. ആണോ? വിചാരധാര എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി വെച്ചത്. ഇവരെല്ലാം സംഘത്തിൻ്റെ മക്കളാണ്. സംഘത്തിൽ OTCയും എല്ലാം കഴിഞ്ഞവർ തന്നെയാണ്. ഞാനടക്കം സ്വയം സേവനാണ്. 8ാം ക്ലാസ് തൊട്ട് ഞാൻ സംഘത്തിൽ പോകുന്ന ആളാണ്. പക്ഷെ ആ സംഘമല്ല ഇന്നത്തെ സംഘം. അപ്പം BJPക്കെതിരെയാണോ? 100%. നമ്മളിവിടെ ബാക്കിയുള്ള നമ്മളൊരിക്കലും ഈ പറയുന്ന പോലെ ഇപ്പോൾ സിംഹം വേട്ടയാടുന്നത് അതിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു പോത്തിനെ ലക്ഷ്യം വെച്ചാൽ അതിൻ്റെ ചുറ്റും പല മൃഗങ്ങളുണ്ടാവും. കഴുത കാണും, കടുവ കാണും, പുലി കാണും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവൻ ലക്ഷ്യം വയ്ക്കുന്ന ഒന്നിനാണെങ്കിൽ അവനിൽ അത് മാത്രമേ ഉള്ളൂ. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. സനാതനധർമ്മത്തെ വിറ്റ് കാശാക്കി സനാതനധർമ്മം എന്തെന്നറിയാതെ ഹിന്ദുത്വത്തെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരുടെ മുന്നിൽ ഈ ഇവിടെ കിട്ടുന്ന നമ്മുടെ ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും ഈ കപട BJPക്കാരുടെ മുഖത്ത് കിട്ടുന്ന ഓരോ അടിയായിട്ട് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്കിതിൽ പറയാനില്ല. സ്വാമി ഭദ്രാനന്ദ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ സഭയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും കപട BJP രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന അടിയായിരിക്കുമെന്നാണ് സ്വാമി പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ കേട്ട് ഞങ്ങളാണ് കേരളത്തിലെ BJP എന്ന് വീമ്പ് കാണിക്കുന്നവർക്ക് വല്ലതും മനസ്സിലാകുമോ? ഇപ്പം നേരത്തെ പറയണ്ടായി സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം അറിയില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ലെന്ന് അദ്ദേഹത്തിനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ സാധനം എനിക്ക് പറയേണ്ടി വരും. പക്ഷേ കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, കുറേ ഈക്വൽ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. ഈക്വൽ പാർട്ടിക്കാരെന്നാണ് എല്ലാ പാർട്ടിക്കാരെയും ബഹുമാനിക്കണം. അദ്ദേഹം ആരായിങ്ങനെ ഈക്വൽ പാർട്ടി എന്നൊക്കെ പറയാൻ? അദ്ദേഹം അത്രയ്ക്ക് വളർന്ന വ്യക്തിയാണോ? അദ്ദേഹത്തിന് എന്താ രാഷ്ട്രീയത്തെ പറ്റി അറിയുക? ഞാൻ തന്നെ ഒരു തൃശ്ശൂരിലൊരു കുഞ്ഞിന് ഭാവൻ സ്കൂളിൽ നിന്ന് വേറൊരു ഇതിലേക്ക് മാറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ്, അതായത് ഭാവൻസിൻ്റെ 2 ബ്രാഞ്ചിൽ നിന്ന് ഒരു ബ്രാഞ്ചിലേക്ക് മാറ്റി കൊടുക്കണമെന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു കുടുംബം വന്നു. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ XMB എന്ന് പറഞ്ഞ ഒരു ലെറ്റർ പാഡ് ഞാൻ അടിക്കില്ല. അതാണോ രാഷ്ട്രീയക്കാരൻ? അതാണോ ഒരു ജനനേതാവ്? അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ
ഇവിടെ ഒന്നും നിൽക്കത്തില്ല, നിങ്ങൾ എന്നെ ഇപ്പം ട്രിഗർ ചെയ്യരുത്. ഇപ്പം നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. പിന്നീട് നമുക്ക് സംസാരിക്കാം. കുറച്ച് സാധനമുണ്ട്, ഞാൻ പിന്നീട് പറയാം. താങ്ക് യു. സ്വാമി ഭദ്രാനന്ദ്, പിന്നെ നിങ്ങളൊക്കെ ചിലപ്പോൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട്, തോക്കുസ്വാമി എന്നും വിളിക്കാറുണ്ട്. അല്ല, ഏതിൽ വിളിച്ചാൽ തോക്കെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സാധനമാണല്ലോ. ധർമ്മത്തിന് വേണ്ടി ഇപ്പോൾ തീവ്രവാദം നടത്തുന്ന ഇതിനല്ലല്ലോ നമ്മൾ തോക്കെടുത്ത്. അന്ന് ഇതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുത്വത്തെ അടിച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സർക്കാരും ഒരു ഗ്രൂപ്പിനും എതിരെ അന്ന് എനിക്ക് പോരാടേണ്ടി വന്നു. ഇന്നിപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള ഒരു തോക്ക് എടുത്തിരിക്കുക. അതാണ് ഇവിടെ പത്രിക സമർപ്പിച്ചത്. അന്നത്തെ തോക്ക് വേറെ പെട്ട്, ഇന്നിപ്പോൾ രാഷ്ട്രീയ തോക്ക് എടുത്തിരിക്കുക. തോക്കുസ്വാമി, ഇറ്റ്സ് നോട്ട് എ ബാഡ് നെയിം. It's something, it's unique, right? How many Swamis are here in this country owning that kind of name? Nobody is there. So it's a privilege for me. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം അറിയില്ലെന്നാണ് സ്വാമി പറയുന്നത്. അത് സ്വാമി പറയണമെന്നില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ മാത്രമാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ജനങ്ങളെയും പത്രക്കാരെയും കൂടെ കൂട്ടി പോകുമ്പോഴേ ഒരു രാഷ്ട്രീയ നേതാവ് ജനിക്കുന്നുള്ളൂ. അല്ലാതെ തന്നെക്കുറിച്ച് വേദം ഓതുന്നവരെ മാത്രം പരിഗണിക്കുന്നത് രാഷ്ട്രീയത്തിലെ അറിവിൻ്റെ കുറവ് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യത്തിന് പോവുകയാണെന്നും പറഞ്ഞാണ് സ്വാമി സംഭാഷണം നിർത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പലരും BJP പാർട്ടിക്കെതിരെ രംഗത്ത് വരുമെന്ന് തന്നെയാണ് ഈ വാക്കുകളെല്ലാം അർത്ഥം വെക്കുന്നത്.